വെൽക്കം ടു മൈ ചാനൽ കുർമൻ ആൻഡ് കുർമൻ. ഇന്ന് നമുക്ക് അക്ക അച്ചാറിടുന്നതാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ആദ്യം തന്നെ മെയിനായിട്ട് എൻ്റെ അമ്മ കക്കയ്ക്കകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, കറിവേപ്പില, കടുക്, ഉലുവ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് ഗായ്സ്. അപ്പോൾ നമുക്കിനി ആദ്യം ഇത് വറുത്തെടുക്കണം ഗായ്സ്. എന്നിട്ടാണ് നമ്മൾ പിന്നെ അച്ചാറിടുന്നത്. പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഗായ്സ് നമ്മൾ തീ കത്തിച്ച് കൊടുക്കുക. then ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ വയ്ക്കും ഗായ്സ്. ഗൈസ് അത് ചൂടാവട്ടെ ഗൈസ്. ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യുക ആർക്കൊക്കെ കക്ക ഇഷ്ടമാണെന്ന്. തീ കൂട്ടി വെക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി കക്ക ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. നല്ലപോലെ തിളക്കി നമുക്ക് ഒരടപ്പ് കൊണ്ട് അടച്ചു വെക്കണം. അതവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ കക്ക നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഗൈസ്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമ്മുടെ കക്കക്കുട്ടൻ. അപ്പോൾ നമുക്കിനി അച്ചാറിടാൻ തുടങ്ങാം ഗൈസ്. ഇപ്പം ഞാൻ എന്നിട്ടത് മാറ്റി വെക്കട്ടെ. പാനെടുത്ത് അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിക്കാം. എണ്ണ നമുക്ക് ഇച്ചിരി ഒഴിച്ചാൽ മതി ഗൈസ്. നമുക്ക് ഗൈസ് നമ്മൾ നേരത്തെ കക്ക വറുത്ത എണ്ണ നമുക്കുണ്ട്, അതും കൂടി നമുക്ക് ഒഴിക്കാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉലുവ ഇട്ട് കൊടുക്കാം ഗൈസ്. നല്ലപോലെ പൊട്ടട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ കടുക് ഉലുവ എല്ലാം പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇറക്കി കൊടുക്കാം ഗൈസ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഗൈസ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ നല്ല പച്ചമുളക് ഇട്ട് കൊടുക്കാം ഗൈസ്. ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗോൾഡനിഷ് ബ്രൗൺ കളർ ആവട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇച്ചിരി. നമുക്ക് ഇളക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഐറ്റം ഇടാം. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലാസ്റ്റ് ആയിട്ട് കായപ്പൊടി, ഇളക്കാം ഗൈസ് നല്ലപോലെ.
ഗായ്സ് മൂക്കട്ടെ. ഇനി നമുക്ക് കക്ക ഇടാം ഗായ്സ്. നല്ലപോലെ ഇളക്കുക ഗായ്സ്. ഗായ്സ് അപ്പം നമ്മുടെ കക്ക നല്ലപോലെ വന്നിട്ട് നമുക്ക് ഇഞ്ചി ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം ഗൈസ്. ഇനി നമുക്ക് ഇച്ചിരി വിനാഗിരി ഒഴിച്ചെടുക്കാം ഗൈസ്. ഇളക്കാം ഗൈസ്, നല്ലപോലെ ഇളക്കി കൊടുക്കാം ഗൈസ്. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഗൈസ്. നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഗൈസ് കക്ക. ഗൈസ് നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാനൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. സൂപ്പർ ഗൈസ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.